പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് രണ്ടാമത്തെ പാഠം 8ാം ക്ലാസ്സിലെ IT-യിലെ രണ്ടാമത്തെ പാഠം ചിത്രലോകത്തെ വിസ്മയങ്ങൾ, അതിൻ്റെ വീഡിയോ ആണ് ഇനി കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയാം, ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന കാര്യം അറിയാം. ഫോട്ടോ, ഒരു ചെറിയ ഫോട്ടോ കൊടുത്ത് വലുതാക്കാനോ അല്ലെങ്കിൽ വലിപ്പം കൂടി തന്നെ ചെറുതാക്കാനോ, അല്ലെങ്കിൽ കുറേ ആൾക്കാരുടെ കൂട്ടത്തോടെയുള്ള ഒരു ഫോട്ടോത്തിൽ നിന്ന് ഒരാളുടെ ഫോട്ടോ മാത്രം വേർതിരിക്കാനോ ഒക്കെ എഡിറ്റിംഗ് കൊണ്ട് പറ്റും. അങ്ങനെ ഫോട്ടോകളും ചിത്രങ്ങളും എഡിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിനെ ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അങ്ങനെ എഡിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ജിംബ്. ജിംബ് ആണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. ജിംബിൻ്റെ ഫുൾ ഫോം GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. ഇതിലെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കണം. ജിംബ് മാത്രമല്ല, ഇതുപോലെ മറ്റ് സോഫ്റ്റ്വെയറുകളും ഉണ്ട് ഈ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന. ഇൻസ്കേപ്പ്, എക്സ്പെയിൻറ്റ്, മൈ പെയിൻറ്റ്, അങ്ങനെ പല സോഫ്റ്റ്വെയറുകളുണ്ട്. നമ്മൾ ഈ പാഠത്തിൽ ജിംബ് ഉപയോഗിച്ചാണ് എഡിറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചിത്രത്തെ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് ജിംബ് ആദ്യം എങ്ങനെ തുറക്കാം? ആപ്ലിക്കേഷനിൽ ഗ്രാഫിക്സ് GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം, ഇതിൻ്റെ ഷോർട്ട് ഫോമാണ് ജിംബ്. അത് ക്ലിക്ക് ചെയ്താൽ ജിംബ് തുറന്നു വരും. ജിംബിൻ്റെ ഒരു ടൂൾ ബോക്സ് ഉണ്ട്, അതിവിടെ കാണുന്നില്ല. അപ്പം നമുക്ക് ടൂൾ ബോക്സ് എടുക്കാം. ടൂൾസിൽ ന്യൂ ടൂൾ ബോക്സ് എടുത്താൽ ഈ ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജിംബിൽ എല്ലാ പണികളും ചെയ്യുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ ടൂളും എന്താണെന്ന് അവിടെ കേഴ്സർ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെ പറയും. ഇതെന്താണ്? പെയിൻറ് ബ്രഷ് ടൂളാണ്, പെയിൻറ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രഷ്. ഇതോ ഇറാസറാണ്, നമുക്ക് മയക്കാൻ വേണ്ടിയിട്ട്. ഇതോ എയർ ബ്രഷ് ടൂള്, ഇങ്ക് ടൂള്, മഷി. ഇത് ക്ലോൺ ടൂള്. ക്ലോൺ ടൂൾ എന്ന് പറഞ്ഞാൽ ഒരു പൂ വരച്ച് അതേപോലത്തെ കുറേ പൂക്കൾ ഉണ്ടാക്കാൻ പിന്നെയും വരക്കേണ്ടതില്ല. ഒരു ക്ലോൺ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് പൂക്കളെ സൃഷ്ടിക്കാൻ പറ്റും, ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുക്കുന്ന പോലെ. അങ്ങനെ ഇതെല്ലാം ഓരോരോ ടൂളുകളാണ്. അങ്ങനെ ഈ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ജിംബിൽ എങ്ങനെ ചിത്രം എഡിറ്റ് ചെയ്യാമെന്ന് പഠിക്കാം. അതിന് ഒരു ചിത്രം എടുക്കണമല്ലോ. അപ്പം ഞാനൊരു ചിത്രം ഡെസ്ക് ടോപ്പിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ചിത്രം നമുക്ക് എടുക്കാം. ഇപ്പം ജിംബിലാണ് ആ ചിത്രം തുറക്കേണ്ടത്. അതിന് ജിംബിലുള്ള ഇവിടെ ഫയലിൽ ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തു. എന്നിട്ട് എവിടെയാണ് ചിത്രമെന്ന് കാണിച്ചു കൊടുക്കണം. ഡെസ്ക് ടോപ്പിലാണുള്ളത്. ഡെസ്ക് ടോപ്പിലെ ഈ പിക്ചറാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇത് ഓപ്പൺ കൊടുത്താൽ പിക്ചർ ഓപ്പണായി വന്നു. അപ്പോൾ എനിക്ക് ഇത്രയും ഭാഗങ്ങൾ വേണ്ടതില്ല, കുറച്ച് മുറിച്ച് കളയണം. അതിനെന്താ ചെയ്യുന്നതാണോ? അപ്പോൾ ഇതിൽ തന്നെ മുറിച്ച് കളഞ്ഞാൽ പിന്നെ ഈ ചിത്രം അതേപോലെ ഉണ്ടാവില്ല, കട്ട് ചെയ്തു പോകും. അതുകൊണ്ട് നമ്മൾ ഈ ചിത്രം ഒറിജിനലായിട്ട് അവിടെ തന്നെ കിടന്നോട്ടെ. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇമേജിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അപ്പോൾ രണ്ട് ചിത്രം വന്നുകൊണ്ട് ഒരു ഒറിജിനൽ ചിത്രം അവിടെ ഉണ്ട്, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചിത്രമാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് ക്രോപ്പ് ടൂളാണ് ഉപയോഗിക്കുന്നത്. ക്രോപ്പ് ടൂൾ ഇത് കണ്ടോ, ഇവിടെ എഴുതി കാണിക്കുക. ക്രോപ്പ് ടൂളിന് എഴുതി കാണിക്കുന്നുണ്ടോ? അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഒരു ചതുരം വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? എനിക്ക് ഇത്രയും ഭാഗമേ വേണ്ടതുള്ളൂ. അപ്പോൾ ലാപ്ടോപ്പിലെ എൻ്റർ കീ അമർത്തിയാൽ നോക്കി നമുക്ക്
ആ ചിത്രത്തിന് വരുന്ന മാറ്റം നോക്കിക്കോളൂ. എൻ്റർ കീ അമർത്തി. ചിത്രം ചെറുതായല്ലോ. അപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇനി ഇതേ ചിത്രം എനിക്ക് ചെറുതാക്കണം എന്ന് വിചാരിച്ചോ. എങ്ങനെ? മുറിച്ചിട്ടല്ല, ഒരു മാറ്റവും വരുത്താതെ ഇതിൻ്റെ ചിത്രം ചെറുതാക്കണം. അതിനെന്താ ചെയ്യുന്നത് അറിയോ? ഇമേജ് സ്കെയിൽ ഇമേജ് എടുത്തു. എന്നിട്ട് ഇപ്പോഴുള്ള അളവുകൾ കൊടുത്തിട്ടുണ്ട്. വിഡ്ത്ത് 932 ഹൈറ്റ് 588 എനിക്ക് ചെറുതാക്കിയിട്ടില്ല. വിഡ്ത്ത് 932 ഞാൻ ഒരു 500 മാറ്റുകയാണ്. ഹൈറ്റ് ഇപ്പോൾ 500 അതിനെ ഞാനൊരു 300 മാറ്റുകയാണേ. എന്ത് മാറ്റാൻ വരുമെന്ന് നോക്കാമല്ലോ. ഒന്ന് സ്കെയിൽ കൊടുക്കുക. ഇതേ ചിത്രം ചെറുതായി വന്നാണ്ടോ? അപ്പോൾ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഈ ചിത്രത്തെ നമുക്ക് സേവ് ചെയ്യണം. സേവ് ചെയ്യുമ്പോൾ ഫയലിൽ ഇവിടെ ഫയലുണ്ട്. ഇത് നമ്മുടെ ടൂൾ ബോക്സ് ആണ്. ടൂൾ ബോക്സ് ഇങ്ങനെ മാറ്റി ഇങ്ങോട്ടൊക്കെ വെക്കാം. ഇവിടെ ഒരു ഫയലുണ്ട്. ഫയലിൽ സേവ് ആസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്കിവിടെ അൺടൈറ്റിൽഡ് കണ്ടോ? അവിടെ നമുക്ക് പേര് കൊടുക്കണം. എന്താ പേര് കൊടുക്കുക? ഒരു കലപ്പാന്ന് പേര് കൊടുക്കട്ടെ. കലപ്പാന്ന് പേര് കൊടുത്തു. പിന്നെ XCF എന്ന് പറയുന്നത് ഞാൻ ടൈപ്പ് ചെയ്തതല്ല, ഓൾറെഡി വന്നതാണ്. അതെന്താണ്? ജിംബിൽ നമ്മൾ തയ്യാറാക്കുന്ന ഫയലുകൾക്കൊക്കെ XCF ആണ് വരിക. അപ്പോൾ XCF എന്ന് കാണുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇത് ജിംബിൽ തയ്യാറാക്കിയ ഒരു ചിത്രമാണെന്ന് മനസ്സിലാക്കണം. ചിത്ര ഫയലാണ്. അപ്പോൾ അത് ഡെസ്ക്ടോപ്പിൽ കൊടുക്കുകയാണ്. ഡെസ്ക്ടോപ്പ് കൊടുത്തു, സേവ് ചെയ്തു. ഇനി ഡെസ്ക്ടോപ്പിൽ നമ്മൾ സേവ് ചെയ്ത പിക്ചർ ഉണ്ടോ എന്ന് നോക്കാം. അവിടെ പ്ലേസസിൽ പോയി ഡെസ്ക്ടോപ്പ് എടുത്ത് നോക്കാം. നമ്മളിപ്പോൾ സേവ് ചെയ്ത പിക്ചർ ഉണ്ടോയെന്ന്. ചെറിയൊരു പിക്ചറാണല്ലേ ചെയ്തത്. ഡെസ്ക്ടോപ്പിൽ XCF ഫയൽ നമുക്ക് ഡെസ്ക്ടോപ്പ് പോയി നോക്കാം. ഇതിനൊന്നും ഡെസ്ക്ടോപ്പിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. XCF ഫയൽ ഇതാ ഇവിടെ. ഇതാണ് നമ്മുടെ സേവ് ചെയ്ത പിക്ചർ. അപ്പോൾ സേവ് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഈ ചിത്രത്തെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. നമ്മളൊരു ചിത്രം നെറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്താൽ അതിൽ എഡിറ്റൊക്കെ നടത്തണമെങ്കിൽ നമുക്ക് ജിംബിൽ സേവ് ചെയ്ത ഫോർമാറ്റ് XCF ഫയലുകളിൽ നമുക്ക് എഡിറ്റിംഗ് നടത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചിത്ര ഫയലുകളിലേക്ക് മാറ്റാൻ വേണ്ടി അതിനെ എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോ. ഫയലിൽ എക്സ്പോർട്ട് കൊടുക്കുക. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ PNG എന്ന് വന്നത് കണ്ടോ? XCF മാറി PNG ഫയലിലേക്ക് പോവുകയാണ്. എന്നിട്ട് സ്ഥലം പറഞ്ഞു കൊടുക്കണം, എവിടെയാണ് വേണ്ടതെന്ന്. ഡെസ്ക്ടോപ്പിൽ എക്സ്പോർട്ട് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഒരു ഫയലിനെ എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പാഠത്തിലെ മുഴുവൻ ഭാഗങ്ങളും കഴിഞ്ഞിട്ടില്ല. അത് അടുത്ത വീഡിയോ ആയിട്ടിടാം. ഓക്കെ.